പാർത്ഥസാരഥിക്ക് ഓണസദ്യക്കുള്ള വിഭവങ്ങളുമായി തിരുവോണത്തോണിയെത്തി. പുലർച്ചെ ക്ഷേത്രക്കടവിൽ എത്തിച്ചേർന്ന തിരുവോണത്തോണിയെയും മങ്ങാട്ട് ഭട്ടതിരിയെയും ക്ഷേത്രം മേൽശാന്തിയും ക്ഷേത്ര ഉപദേശക സമിതിയും പള്ളിയോട സേവാ സംഘവും ആചാരപരമായി സ്വീകരിച്ചു. തിരുവോണത്തോണിയിൽ എത്തിച്ച വിഭവങ്ങൾ കൊണ്ടാണ് ആറന്മുള പാർത്ഥസാരഥിക്ക് ഇന്ന് ഓണസദ്യ ഒരുക്കുന്നത്. ശശി നാരായണൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ശശി, ആറന്മുളയെ സംബന്ധിച്ച് പത്തനംതിട്ടയിലെ ഓണ ദൃശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണിത്. അപ്പോൾ എന്തായി ആറന്മുളയിലെ ഓണം? തീർച്ചയായും എൽദോ, ആറന്മുളയെ സംബന്ധിച്ച് ഏറെ ആചാരങ്ങളും അതുപോലെ പള്ളിയോടങ്ങളെ നാടാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസങ്ങളിലൊന്നാണ് തിരുവോണം. ആ തിരുവോണത്തോണി എത്തുക എന്ന് പറയുന്നത് കരക്കാരെ സംബന്ധിച്ച് വലിയ ആചാര പരിപാടിയും അതുപോലെ ഐതിഹ്യത്തിന്റെയും വിശ്വാസത്തിന്റെ ഒക്കെ ഒരു ഭാഗമാണ്. എന്തായാലും ആറന്മുള പാർത്ഥസാരഥിക്കുള്ള ഓണസദ്യക്കുള്ള വിഭവങ്ങളുമായി മങ്ങാട്ട് ഭട്ടതിരി അനൂപിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്ന് രാവിലെ പുലർച്ചയോടുകൂടി ആറന്മുള പാർത്ഥസാരഥി കടവിലെത്തിയത്. പുലർച്ചെ 5 മണിക്ക് തന്നെ തിരുവോണത്തോണി എത്തി. തുടർന്ന് ദേവസ്വം ഭാരവാഹികളും പള്ളിയോട സേവാ സംഘം അതുപോലെ തന്നെ ക്ഷേത്രം ജീവനക്കാരും അടക്കം ഭക്തജനങ്ങളടക്കം ആചാരപരമായി വെറ്റിലയും പുകയും നൽകിയാണ് തിരുവോണത്തോണിയെയും ഒപ്പം ആ തിരുവോണത്തോണിയിലെത്തിയ മങ്ങാട്ട് ഭട്ടതിരിയെയും ഒക്കെ സ്വീകരിച്ചത്. തുടർന്ന് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന വിഭവങ്ങളും ഒപ്പം കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നാണ് തിരുവോണത്തോണി പുറപ്പെട്ടത്. അവിടെ നിന്ന് കൊണ്ടുവന്ന ആ കെടാവിളക്കും മേൽശാന്തിക്ക് കൈമാറി. ഇത് ക്ഷേത്രത്തിലെ ശ്രീകോവിലെ നിലവിളക്കിൽ കൊളുത്തും. ഇന്ന് ഈ തിരുവോണത്തോണിയിൽ കൊണ്ടുവന്ന വിഭവങ്ങൾ വെച്ചാണ് ആറന്മുള സദ്യയിൽ, അതായത് പ്രത്യേകിച്ച് ആറന്മുള പാർത്ഥസാരഥിക്കുള്ള ഓണസദ്യ ഒരുക്കുന്നത്. വൈകിട്ട് അത്താഴ പൂജയ്ക്ക് ശേഷം ആ മേൽശാന്തി നിന്ന് പണക്കിഴി ആറന്മുള ഭട്ടതിരി ഈ തിരുവോണത്തോണിയിലെത്തിയ അനൂപ് ഭട്ടതിരി ഏറ്റുവാങ്ങും. തുടർന്ന് ആ പണക്കിഴി ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചതിന് ശേഷം തിരിച്ചു മടങ്ങുന്നതോടുകൂടി തന്നെ ഈ ചടങ്ങുകൾ അവസാനിക്കും. എന്തായാലും വലിയ ഓണാഘോഷത്തിന്റെ ഒരു നിറവിലാണ് ആറന്മുളയും അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയെ അടക്കമുള്ള, പ്രത്യേകിച്ച് ആറന്മുളയാണ് ഈ ഓണവുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങളുടെ കേന്ദ്രം. പള്ളിയോടങ്ങളുടെ നാടാണ്, ആചാരങ്ങളുടെ നാടാണ്. അത്തരത്തിൽ കരക്കാരും ക്ഷേത്രം ജീവനക്കാരും നാട്ടുകാരും അടക്കം വലിയ ജനസംഖ്യ തന്നെ രാവിലെ ആറന്മുള ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നതെല്ലാം തിരുവോണത്തോണി ആറന്മുളയിൽ എത്തിയിരിക്കുന്നു. തിരുവോണത്തോണി ആറന്മുളയിലെത്തി ശശിനാരായണ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പത്തനംതിട്ടയെ സംബന്ധിച്ച് വലിയ ഐതിഹ്യത്തിൻ്റെ വലിയ ഒരു ഭക്തിയുടെയും ഒക്കെ നിമിഷം കൂടിയാണ് തിരുവോണ തോണി എത്തുക, അത് സ്വീകരിക്കുക. അപ്പോൾ ആറന്മുളയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.